ശ്രദ്ധിക്കുക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഭാഷാപരമായി ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ഉമ്മത്ത് എന്ന് പറയാൻ പാടില്ല. മനുഷ്യൻ ഒരു മനുഷ്യൻ, ഒരു സമൂഹം നടങ്ങി ചുരുങ്ങിയത് എത്ര വേണം? സലാസത്തും ഫാഖിദും. ഏറ്റവും ചുരുങ്ങിയത് സലാസത്തൊന്നും ഉമ്മത്താവുന്നല്ല. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷം ലക്ഷം. പാല മനുഷ്യ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ലക്ഷം ലക്ഷം ഒന്ന് പാല മനുഷ്യന്മാരെ നേതാക്കളെ, ലക്ഷം ലക്ഷം. കരുണാകരനും കൂട്ടുകാരും കോൺഗ്രസിൽ ചേർന്നു എന്ന കരുണാകരൻ ഒറ്റയ്ക്ക് ചേർന്നാൽ അതിന് ഫലമുണ്ടാവില്ല. കാരണം പിന്നെ പല മനുഷ്യ ലക്ഷം ലക്ഷം ഉണ്ടോന്ന് പറയണ്ട, ഒറ്റനാക്കണ്ട. ലക്ഷം ഉണ്ടോന്ന് നിൽക്കാനില്ല, ചാലുണ്ടാവുന്ന ലക്ഷക്കണക്കായ മനുഷ്യരാണ്. ലക്ഷക്കണക്കായ മനുഷ്യർ ചെയ്യേണ്ട കർമ്മം ഒറ്റയ്ക്ക് ചെയ്തവനാണ് ഇബ്രാഹിം. മുസ്ലിമിൽ നെഞ്ച് പൊട്ടിയിട്ടല്ലാതെ അതിന് നടത്തുമൊക്കെ തളർന്നു പോകും. ആയത്തിനൊക്കെ പറഞ്ഞ റബ്ബാണെ, ഞാൻ അള്ളാഹുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ടാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ആയത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. റബ്ബേ, ഇത് ഭാഷയുടെ പുറത്തു പോയല്ലോ എന്ന് അന്ന് എനിക്ക് തോന്നി. ഭയങ്കര അമൂർത്ത സൗന്ദര്യം. എത്രയാണ് അതിന് നാവിൽ കിട്ടുന്ന സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇബ്രാഹിം തനിയെ ഒരു സമൂഹം. ലക്ഷക്കണക്കായ ആ മനുഷ്യൻ തന്നെയല്ലേ ഹജ്ജിന് വിളിക്കേണ്ടത്? ആ മനുഷ്യൻ തന്നെയല്ലേ ഹജ്ജിന് വിളിക്കേണ്ട സയ്യിദുനാ ഇബ്രാഹിം? ആ മനുഷ്യൻ തന്നെയല്ലേ അല്ലാഹു സ്വർഗ്ഗത്തെ ആദ്യം വസ്ത്രം ലഭിക്കേണ്ട ആൾ സയ്യിദുനാ ഇബ്രാഹിം? മനുഷ്യന്മാരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു പിന്നെ നഷ്ടം വന്നിട്ടുണ്ടോ? ഒരു ചീത്ത വിട്ടിട്ടുണ്ടോ? തൗഹീദിന് വേണ്ടി ഒരടിയെങ്കിലും നമ്മൾ നടന്നു പോയിട്ടില്ല. ഒരാളുടെങ്കിലും എടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ വിലയുള്ള സാധനമാണ്, അത് ഈ പ്രബന്ധത്തിന്റെ അടിസ്ഥാനമാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എങ്ങനെ ഇബ്രാഹിം എങ്ങനെയോ ഒന്ന് ചിന്തിക്കും. അരമുന്നില ലക്ഷക്കണക്കായ മനുഷ്യരെ പേടിച്ചടത്ത് ജയിച്ചതാ ഇബ്രാഹിം. രാജാവിന്റെ മുന്നിലേക്ക് ധൈര്യത്തോടെ ചെന്ന, രാജാവിന്റെ മുന്നിൽ തോറ്റാലും കൊല്ലും, ജയിച്ചാലും കൊല്ലും. മനസ്സിലാവുന്നില്ലേ? രാജാവിന്റെ മുന്നിലേക്ക് പോയി ഇബ്രാഹിം إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر ألم تر إلى الذي حاج إبراهيم في ربه إبراهيم تحقيق من ولا വീഡിയോകളിൽ തർക്കിക്കുന്ന ആളല്ല. രാജാധികാരമുള്ള ചക്രവർത്തി. ഇന്നിപ്പോ നിസ്സാരനോട് പോലും പറയാൻ നമുക്ക് പേടിയാണ്. നമ്മൾ കൂടുമ്പോൾ നമ്മൾ വലിയ വീറോടെ പ്രസംഗിക്കാനൊക്കെ ഉഷാറാണ്. പക്ഷെ ഈ രംഗം ചിന്തിച്ചു നോക്കും. ചക്രവർത്തിന്ന് അന്ന് തന്നെ പറഞ്ഞ ആളാണ് ആര്? നമ്രൂദ്. അവന്റെ മുന്നിലേക്ക് ചെന്നു ഇബ്രാഹിം. ആരാതിന്റെ റബ്ബ് ഇപ്പോൾ പറഞ്ഞു ചെയ്യുന്നവനാണ്. അതിൽ നമ്രൂദ് അങ്ങോട്ട് ചിരിച്ചു. എന്നാൽ പിന്നെ റബ്ബ് ഞാൻ തന്നെയാണ്, ജീവിപ്പിക്കാൻ നയിപ്പിക്കാനും. ജയിലിൽ കിടക്കുന്ന രണ്ടാളെ കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടാളെ വിളിച്ചു ചോദിച്ചു, ഓരോരുത്തരെയും ശിക്ഷ. നിന്റെ ശിക്ഷ എന്താ വെച്ചു? എനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ മരണശിക്ഷ എന്താണ്? കൊല്ലാമല്ലാണ്, പട്ടാളക്കാരനാണ് കൊല്ലും. രണ്ടാമത്തെ വിളിച്ചു, നിന്റെ ശിക്ഷ എന്താ വെച്ചു? എനിക്ക് മരണശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കാന്നാണ്. നിന്നെ ഞാൻ വെറുതെ വിട്ടു പോയിക്കോന്നാ. ഒരാളെ ഞാൻ ജയിപ്പിച്ചു, ഒരാളെ ഞാൻ മരിപ്പിച്ചു. അങ്ങനെ ഒഹയോ ഉമീത്തു. ജയിപ്പിക്കാൻ മരിപ്പിക്കാത്ത വലിയ വിഷയമല്ല. പലരും ഞാൻ ജയിപ്പിക്കുന്നുണ്ട്, പലരും ഞാൻ പൊട്ടി. ഒന്നാം റൗണ്ടിൽ പൊട്ടി. അത് പൊട്ടി എന്ന് പറയുന്നത് പൊട്ടിയില്ലെങ്കിലും പൊട്ടി. കാരണം ഈ നമുക്ക് കണ്ടെന്നാണ് തലേക്ക് എന്ത് ചെയ്യും? ശരി, പിന്നെ രാജാവേ നിങ്ങൾ പറയും പോലെ സാരല്ല, ഞാൻ പോട്ടെന്ന് പറഞ്ഞു. قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب. നീ അത്ര വലിയ രക്ഷ
രക്ഷിതാവാണെങ്കിലേ എന്റെ റബ്ബാണ് നേരം വെളുത്താൽ സൂര്യനെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരാം, നിനക്ക് കഴിയുമെങ്കിൽ നാളെ മുതൽ പടിഞ്ഞാറുന്ന്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ ചോദ്യം നേരെ ആദ്യം നമ്രൂദ് ചോദിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിമിൽ കുടുംബമായിരുന്നു. മനസ്സിലായില്ല, തിരിഞ്ഞില്ലല്ലോ. അങ്ങണ്ട തൗഫീഖ് എന്നതിന് മറുപടിയാണ്. ഇബ്രാഹിം നബിക്ക് ഒരു മൊഴിസത്തിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മളോട് പറയാണ് നിന്റെ കഥ കേൾക്കണോ, ഞാനാണ് നേരം വിളിത്താൻ കേൾക്കുന്നത്. നിന്റെ വാക്കിനെ കഴിയുമെങ്കിൽ നാളെ മുതൽ പടിഞ്ഞാടുന്ന് ഇവിടെ കൊണ്ടച്ചെന്ന് പറഞ്ഞാൽ കഴിയില്ലാന്നൊന്നുമില്ല. പിന്നെ അതൊരു മൊഴിസത്തായി കൊല്ലാപ്പായി പ്രശ്നമായി ഒന്നും വേണ്ട. എന്തുകൊണ്ട് അപസരോചിതം അള്ളാഹുവിനെ സമർപ്പിച്ചവന് അപസരോചിതം കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതാരാ? കാല് തടഞ്ഞു വീണു. ആര്? എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ കഴിയും? മറുപടി ജയിച്ചു. ആ ജയത്തിന്റെ ശിക്ഷയാണ് എന്ത്? അഗ്നികുണ്ഡം. മനസ്സിലായില്ല? ജയിച്ചവന് നമ്മൾ അവാർഡ് കൊടുക്കും. ഒരു നിങ്ങൾ മദ്രസയിലെ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളെ റേഞ്ചിൽ പാസ്സായാൽ അവാർഡ് കൊണ്ട് ആ കുട്ടിയെ കൊടുക്കും. നന്നായിട്ടാണ് നാശവും. സാധാരണ നല്ല നേരമൊക്കെ പ്രശംസ കൊണ്ട് നാശമായി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ട് അവാർഡ്, ഇത് നിങ്ങൾ അവാർഡ് എടുക്കുക. എന്താ അവാർഡ് എന്നറിയോ? ഇതാണ് അവാർഡ്. അവർ പറഞ്ഞു ഇനി നിങ്ങളെ ദൈവങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവനെ ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞു. അവൻ സയ്യിദുനാ ഇബ്രാഹിമിനെ ചുട്ടുകൊല്ലണം. മനസ്സിലായില്ലേ? രാജാവിന്റെ മുന്നിൽ ജയിച്ചതിനുള്ള സമ്മാനമാണ് എന്ത്? അല്ലാഹു. നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് തോറ്റില്ല. അത് അഗ്നികുണ്ഡം ഒരുക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് അഗ്നിയിൽ എറിഞ്ഞത്. തീയുണ്ടാക്കാൻ തീയിലിട്ട് കൊല്ലാൻ തീരുമാനിച്ചത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ശരിയാണോ? ശരിക്കണം ചിന്തിക്കണം. നമ്മളെ ആരെങ്കിലും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടാൽ അടുത്ത പരിപാടി എന്താണ് എന്ന് പറയുന്നത്? എന്നെ എസ് ഐ എല്ലാം പറഞ്ഞാൽ പിറ്റേന്ന് എന്താ ചെയ്യാ? പറ മനുഷ്യ, ഇതൊക്കെ പരിചയമുള്ള നിങ്ങൾ എന്താ എന്റെ മുന്നോട്ട് ഇന്നത് വരെ മെസ്സേജ് എല്ലാവരും പറഞ്ഞില്ല. അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ. ഒരു എസ് ഐ നാളെ എന്നെ വിളിക്കുന്നുണ്ട് എന്നാണ് പിറ്റേന്ന് നമ്മള് ഇത് ഇത്ര പോന്ന തുക്കിടി സാഹിബായ ഒരു എസ് ഐ. നിങ്ങൾ ചിന്തിക്കും, ഇത്ര പോന്ന ഒരു എസ് ഐക്ക് വേണ്ടി നമ്മൾ പോകുന്നു. ഇബ്രാഹിം ചക്രവർത്തി തീരിടാൻ തീരുമാനിച്ചിട്ട് പിന്നെയും അഗ്നികുണ്ഡം ഒരുക്കുന്നുണ്ട്. 1 മാസം ഇബ്രാഹിം നാടുവിടാമായിരുന്നു. ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. പക്ഷേ നാടുവിട്ടാൽ തൗഹീദ് തോൽക്കുമെന്ന് ഇബ്രാഹിം ചിന്തിച്ചു. നോക്കൂ, ഉണ്ടത്തിൽ എറിഞ്ഞാൽ അഗ്നിയല്ലേ, അഗ്നിയുടെ ഖാലിഖും എന്റെ ഖാലിഖും ഒന്നാണ് എന്ന വിശ്വാസം ഇവിടെ കാണിച്ചു സയ്യിദുനാ ഇബ്രാഹിം. അഗ്നിയിൽ കയറുന്നത് വരെ അവിടെ തണുപ്പാണ് എന്ന ധാരണ ഇബ്രാഹിമിന് എന്ന അറിവ് ഇബ്രാഹിമിന് ഉണ്ടോ? അഗ്നികുണ്ഡത്തിൽ കയറുന്നവരെ ഇതിൽ തണുപ്പുണ്ടാവുമെന്ന ധാരണ ഇബ്രാഹിമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ത്യാഗം എന്ന് പറയുകയില്ല. ലോക ചരിത്രത്തിൽ ഇത് ത്യാഗമാകുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലായില്ല. ബർദൻവസലമാണ് അഗ്നികുണ്ഡത്തിൽ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇബ്രാഹിം പുതിയ പ്രവോക്കുന്നില്ല അതിന് പറയാം. കാരണം പുറത്ത് ബർദം അല്ലെങ്കിൽ ബർദേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹക്കോ ബർദേ ഉണ്ടാവുള്ളൂ. ബർദം വസലാം ഉണ്ടാവൽ എവിടെയാ? അഗ്നികുണ്ഡത്തിലാണെങ്കിൽ ആ അഗ്നികുണ്ഡത്തിലേക്കുള്ള യാത്ര സുഖലോലുപതയിലേക്കുള്ള യാത്ര എന്നല്ലേ പറയാം. ഇതെങ്ങനെ ത്യാഗമാവും? അപ്പോൾ അഗ്നി ഇറങ്ങുന്നത് വരെ അവിടെ സലാമാണ് എന്ന ധാരണ ഇബ്രാഹിമിന് ഇല്ല. ത്യാഗമാണ്. പക്ഷേ ഒരു ധാരണ ഉണ്ട്, എന്റെയും ദീന്റെയും രക്ഷിതാവ് അമിച്ചതാകട്ടെ. തന്റെ ശരീരത്തിൽ എന്ത് നഷ്ടം പറ്റിയാലും തൗഹീദിന്റെ മാർഗത്തിൽ അടിപതറുകയില്ല എന്ന ധാരണയാണ് ഇബ്രാഹിമിന്റെ. അത് പറയും
ഇന്നിതാ വീണ്ടും തൗഹീദ് നശിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ഇന്നിതാ വീണ്ടും തൗഹീദിന്റെ പാഠങ്ങൾ നശിപ്പിക്കപ്പെടാൻ ശത്രു കോപ്പുകൂട്ടുന്നു. എന്ത് ചെയ്തു? ഏറ്റവും ചുരുങ്ങിയത് ഒരൈക്യത്തിലായാൽ മതി. അതിന് പോലും നമ്മൾ ചെയ്യാറില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഐക്യത്തിലായ നമ്മളടികളുടെ ഈ ഗ്രൂപ്പ് വഴക്കൊക്കെ തൽക്കാലം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒന്നും മാറ്റിവെക്കാം. ഒരു യുദ്ധം വരുമ്പോൾ തൽക്കാലം നമ്മൾ മാറ്റി നമ്മൾ ഒന്ന് ഒരുങ്ങല് അത് നമ്മൾ ചെയ്യില്ല. എന്തുകൊണ്ട് നെഞ്ചിന്റെ ഉള്ളിൽ ലായിലാലുള്ള ഒരു മധുരായ്മാണ്. ഒരു മനുഷ്യൻ മറ്റെന്തിനേക്കാളും പ്രധാനമാകുമ്പോൾ അയാൾക്ക് ഈമാൻ ഹലാവയാണ്. മധുരം മിഠായി, മധുരമല്ല, മധുരവുമല്ല, ഹലാവാണ് മിഠായി. മധുരം പ്ലസ് മധുരമാണ് മിഠായി. മനസ്സിലായില്ല? കേവലം മധുരത്തിന് മിഠായി എന്നറിയില്ല. ചായക്ക് മധുരണ്ട്, മിഠായിയാണ്. ഒന്ന് പറ മനുഷ്യ, എന്ത് കൗമാണ് വന്നേ. ചായക്ക് ഹലാവാന്ന് പറയില്ല, ചായക്ക് മധുരല്ലേ? എന്തൊരു മനുഷ്യന്മാരാണ് വന്നേ. ചായക്ക് മധുരല്ലേ? ആരെ നിങ്ങളെ പ്രമേരോഗികളുടെ ചായ കുടിക്കുന്ന ചായക്ക് മധുരല്ലേ? ഉണ്ടല്ലോ. മിഠായി എന്ന് പറയും, ഹലാവെന്ന് പറയും. മധുരം പ്ലസ് മധുരം പ്ലസ് മധുരം പ്ലസ് മധുരം പ്ലസ് മധുരം ആണ് എന്ത്? ഈമാൻ മധുരമാകും. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മറ്റെന്തിനേക്കാളും സ്നേഹമുണ്ടായാൽ ഈ മധുരാണ് സയ്യിദുനാ ഇബ്രാഹിം. ഇത് തന്നെ ഈ മനുഷ്യനെ അല്ലാതെ ആരാണ് ജനങ്ങളെ ഹജ്ജിന് വിളിക്കാൻ യോഗ്യൻ? സയ്യിദുനാ ഇബ്രാഹിം. നിങ്ങൾ നോക്കൂ. ശരീരം സമർപ്പിച്ചു, ജീവിതം കൊടുക്കുക. ഒരുമിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ അച്ഛനോറ്റ് ഒരു കുട്ടിയുണ്ടായി. സയ്യിദ്നാ ഇബ്രാഹിം കിട്ടിയതന്നെ കൊടുക്കുക. ഷാക്കിറൻ ലിഅൻഉമിഹി ജിതാബാ, ഷാക്കിറൻ ലിഅൻഉമിഹി ജിതാബാ. നോക്കൂ, നിങ്ങളുടെ പെണ്ണിൽ ഏറ്റവും ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞുതരാം. അതെ, വളരെ വളരെ ഇന്റലിജന്റ് ആയി ചിന്തിക്കേണ്ട ആയതാണ്. ഷാക്കിറൻ ലിഅൻഉമിഹി ജിതാബാ, ഷാക്കിറൻ ലിഅൻഉമിഹി ജിതാബാ വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഷാക്കിറൻ ലിഅൻഉമിഹി, തനിക്ക് ലഭിച്ച നിഅമത്തുകൾക്കെല്ലാം നന്ദി കൊടുത്തവനാണ് ഇബ്രാഹിം. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അതുകൊണ്ടാണ് അദ്ദേഹം സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്തിലായത്. പാഠം നമ്പർ 2, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് ആവണമെങ്കിൽ കിട്ടിയ നിഅമത്തിനെല്ലാം ശുക്ർ ചെയ്യണം. شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة. وآتيناه ഞാൻ ഈ ആയത്ത് പഠിക്കുന്നത് വരെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നില്ല വിചാരിച്ചു. ഞാൻ പച്ചൊരു പൊട്ടനെ സത്യം ഒന്ന് ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടാ ഞാൻ എന്തിനാ പറയണമെന്നറിയാം. ഈ ഉസ്താദ്മാർ മുഴുവൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് പറയും. നമ്മളെ കച്ചവടം പഴയ പോലെ തന്നെ പിന്നെയും നമ്മൾ വിചാരിക്കും ഇയാൾ ശരിയില്ല, ആള് ഈ മൂല്യം നിന്ന് മാറ്റണം. ഇയാൾ കുറെ ആളില്ല റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, റബ്ബനാ ആതിനാ ദുനിയാവിൽ കൊണ്ടാണ്. ദുനിയാവിൽ കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൈസ ചിന്തിക്കുക. നമ്മുടെ ധാരണ ഖുർആനിലേക്ക് ഇറങ്ങി നമ്മൾ മാറ്റും. ദുനിയാവിലെ ഹസനത്ത് നൽകി ഇബ്രാഹിം. എന്താ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറയുന്നത്? വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഏറ്റവും വലിയ ഹസനത്ത്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. എന്റെ ദീനിന് വേണ്ടി, ഹക്കായ ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അഇമ്മത്തിന്റെ മാർഗത്തിന് വേണ്ടി അധ്വാനിച്ച് മരിക്കണ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തരാൻ നിനക്ക് കഴിയുമോ റബ്ബേ? അതാണ് അല്ലാതെ ഫലസ്തീനിൽ ഇബ്രാഹിമിന് തോട്ടമില്ല, ഫലസ്തീനിൽ ഇബ്രാഹിമിന് സൗകര്യമില്ല, ഫലസ്തീനിൽ ഇബ്രാഹിമിന് കച്ചവടമില്ല, മക്കയിൽ ഇബ്രാഹിം ഫലസ്തീനിൽ
ഇസ്മായിൽ മദ്യമാണ്ട് സമർപ്പിച്ചപ്പോൾ ഇങ്ങോട്ട് കിട്ടി. ഇന്ന് ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ അണമുറിയാത്ത കുടുംബം ഇബ്രാഹിമിൻ്റെതാണ്. രണ്ട് കുടുംബം അണമുറിയില്ല. ഇസ്മായിൽ വഴി വരും അഹ്ലു ബൈത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാഖ് വഴി വരും ആര്? ഇസ്രായേലികൾ. മനസ്സിലായില്ല? ബനൂ ഇസ്രായേൽ എന്നത് ഇസ്ഹാഖ് നബിയുടെ മകനായ ആരാണ്? യാക്കൂബ് നബിയുടെ മക്കളാണ് ആര്? ബനൂ ഇസ്രായേൽ. ലോക ചരിത്രത്തിൽ നിലനിൽക്കുന്ന സമുന്നതമായ രണ്ട് കുടുംബത്തിന്റെ പിതാവാണ് ഇബ്രാഹിം. ഒന്ന് അറബികളും ഒന്ന് അനറബികളും. അറബികളുടെ പിതാവും അനറബികളുടെ പിതാവുമാണ് സയ്യിദുനാ ഇബ്രാഹിം. ഇസ്രായേലികൾ പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് ആര്യന്മാർ പോലും ഇസ്രായേലികളിൽ പെടും. ആര്യന്മാർ പോലും ഇസ്രായേലികൾ. പിന്നീട് അവരുടെ മതത്തെ നാമാവശേഷമാക്കിയതാണ്. എന്നല്ലേ പറയുന്നത് സയ്യിദ്നാ മൂസ? അല്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ കിട്ടി. എങ്ങനെ കിട്ടാതെ ആദ്യ ഒരു കുട്ടി ഉണ്ടായി ഇബ്രാഹിമിന് അലൈഹിസ്സലാം. എന്തിരു ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. ചിന്തിക്കും. അല്ല മനുഷ്യന്മാരെ, നിങ്ങളെ ഭാര്യയും കുട്ടിയും ഈ കാസർകോട്ട് ബസ് സ്റ്റാൻഡിലിട്ട് പോകാൻ തയ്യാറാവും? അങ്ങനെ തയ്യാറാവും. എങ്ങനെ തയ്യാറാവും? നമ്മുടെ ജീവിതത്തിന്റെ നല്ല പാതയായ സുന്ദരിയായ ഇസ്രായേൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. ഇസ്രായേലി സൗന്ദര്യത്തിന്റെ അണപുറയാത്ത ഇസ്രായേലി സൗന്ദര്യത്തിന്റെ സൗന്ദര്യധാമമായിരുന്നു യൗവനയുക്തയായ മഹതിയായ ഹാജർ. കുട്ടിക്ക് നടക്കാൻ വയ്യ, കാലിട്ടടിക്കാൻ. കുട്ടിയും ഉമ്മയും ഒട്ടകപ്പുറത്ത് കയറിയിരിക്കും. ഉമ്മയും കുട്ടിയെ അതും കയറ്റിയിരുത്തും, ഭാര്യയും മോനെയും കയറ്റിയിരുത്തും. ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു തോൽപാത്രത്തിൽ കുറച്ച് കരക്കും. നേരെ മിണ്ടൂല. പ്രധാനപ്പെട്ട അഭിപ്രായം മിണ്ടൂല, മിണ്ടാതെ കൊണ്ടുപോയി. എന്നിട്ട് കഅബാലയം അന്ന് മുന്തർസാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട് പരിശുദ്ധ കഅബാലയം. അതിന്റെ അടുത്ത് അങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ കിളിയെ കണ്ടു. അപ്പോൾ വെള്ളം ഉണ്ടാവും വിചാരിച്ച് അന്വേഷിച്ചു നോക്കുമ്പോ എന്തുണ്ട്? വെള്ളമുണ്ട്. ഏത് വെള്ളം? അഥവാ ഈ കുട്ടിയെയും ഉമ്മയും കുട്ടിയെ ഭാര്യ ഞാൻ അവിടെ ഇട്ട് പോവാം. എന്തിന്? സ്വന്തം കുട്ടിയെ അള്ളാഹുവിന്റെ ആരാധനയിൽ വളരാൻ വേണ്ടി കഅബാലയത്തിന്റെ മുന്നിൽ ഉപേക്ഷിക്കാനും മടിയില്ല സയ്യിദ്നാ ഇബ്രാഹിം. നമ്മളെങ്ങനെ ഇബ്രാഹിമിന്റെ അനുയായികളാവുക? ചെറുപ്പക്കാരെ, നാട്ടിലെല്ലാം കള്ളു കുടിക്കുന്നതും നമ്മളെ മക്കളാണ്. നാട്ടിലെല്ലാം പരമ്പരാക്കുന്നതും നമ്മളെ മക്കളാണ്. നാട്ടിലെല്ലാ വ്യഭിചാരശാലയും നമ്മളെ മക്കളാണ്. ഈ മക്കളുടെ ബാപ്പയായ നമ്മൾ കൊല്ലത്തിന് ഹജ്ജിന് പോവുക എന്ന് പറയാം. ഞാൻ ഇബ്രാഹിമിന് തേടി പോവുക. നിനക്ക് എന്തായാലും നോക്കിയത് ഹജ്ജിന് പോലും തെറ്റാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ ഇബ്രാഹിമിന് തേടി പോകാൻ യോഗ്യരാണോ എന്ന് ചിന്തിക്കും. പുണ്യനബി പറഞ്ഞിട്ടില്ലേ, മുത്തഖയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തി. മുത്തഖയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. ഏതോ വീടെടുക്കുന്ന വേലായുധന് ഭക്ഷണം കൊടുക്കരുത് എന്നല്ല. നീ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായ നിന്റെ മക്കൾ ആരാകണം? നീ കൊടുക്കരുത്. മുഅ്മിനായ മനുഷ്യനല്ലാതെ നിന്റെ കൂട്ടുകാരനായി ഉണ്ടാകരുത്. മുത്തഖയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. പറഞ്ഞു
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒക്കെ പറയും അള്ളാഹു ബോധം തരട്ടെ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. എന്താ ഈ പറഞ്ഞത്? ഒന്ന് ചിന്തിക്കുക. ഇബ്രാഹിം നബിയുടെ മക്കളാവുന്നത് എങ്ങനെ? നമ്മളങ്ങനെ 5 വഖത്ത് റബ്ബിന്റെ മുന്നിൽ എണീറ്റുന്നിട്ട് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ യോഗ്യരാകും? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. ഞാൻ ചില വിചാരപ്പെടലുകൾ നടത്താണ്. ചിന്തിക്കണം. തമാശയില്ല. ചിന്തിക്കുക. ഇബ്രാഹിം നബിയുടെ അനുയായി, ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്നാണ് നമ്മളെ പറ്റി പറയുന്നത്. വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. രണ്ട് മക്കളും ഉന്നതരായ ആലിമീങ്ങൾ, ഉന്നതരായ നബിമാരായി മാറി. ഇബ്രാഹിമിനെ അള്ളാഹുവാണ് കൊടുത്തു. സമർപ്പിച്ചപ്പോൾ 2 മക്കളെയും നബിമാരാക്കി. ഒരു മകൻ വഴി പിന്നീട് അഹ്ലു ബൈത്ത് വന്നു. ഒരു മകൻ വഴിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ വന്നത്. ഏത് മകൻ? ഇസ്ഹാഖ് നബി വഴിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. 10,000 നബിമാരുടെ ബാപ്പയാണ് ആര്? ഇബ്രാഹിം നബി. മനസ്സിലായില്ല? ഇസ്ഹാഖിന്റെ മകനാണ്. യാക്കൂബിന്റെ മക്കളെ പരമ്പരയിലാണ് എത്ര 10,000 നബിമാരാണ്. 10,000 നബിമാർ അതിന്റെ ഉപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. ജീവിതം കിട്ടിയതൊക്കെ റബ്ബിനോട് കൊടുത്തു. ഇതാണ് ഇബ്രാഹിമി മാർഗം എന്ന് പറയുന്നത്. ഇതാണ് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നാട്ടിലെല്ലാം പഴപ്പക്കാരും നമ്മളെ മക്കളാണ്. ഇബ്രാഹിമിന് ഒരു 2 മകനുണ്ടായ 2 മോശമല്ല. സമർപ്പിക്കുക ചെയ്തു. ഇബ്രാഹിം അങ്ങോട്ട് സമർപ്പിച്ചു അലൈഹിസ്സലാം. ഒഴിവാക്കിപ്പോയി. പിന്നെ ഈ കുട്ടി അടുത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ കുട്ടി നടക്കാനായിട്ടുണ്ട്. പിന്നെന്താ? قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلم وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. അവൻ ആയത്ത് കൊണ്ടെന്ന ഒരു ശൈലി. പിതാവിനോട് കൂടെ ഓടിച്ചാടി നടക്കാനുള്ള പ്രായം കുട്ടിക്കായ പോവുകയാണ്. ഉറങ്ങുന്നുണ്ടോ? ഞാൻ കേട്ടില്ല എന്ന് അവസാനിപ്പിക്കാണ്. ഞാനൊരു വിചാരപ്പെടൽ നടത്തിയതാണ്. നമ്മുടെ ബാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. നമ്മുടെ ലക്ഷ്യം തൗഹീദിന്റെ പ്രചാരമാണ്. തമ്മിൽ തല്ലി ഗ്രൂപ്പും മയപ്പോയി തമ്മിൽ തല്ലി നശിച്ചു പോകലല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി നമ്മൾ ഐക്യത്തോടെ നിലനിൽക്കണം. ഐക്യം ഉണ്ടാവണമെങ്കിൽ സബർ ചെയ്യാം. അനൈക്യത്തിൽ സബറിന്റെ ആവശ്യം. ഇസ്ബിറു ഇസ്ബിറു എന്ന് ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രശ്നം ഉണ്ടാകുമ്പോഴാ അല്ലേ? നിങ്ങൾ ചിന്തിക്കും. ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുകയും ബഹുമാനപ്പെട്ട ഈ നേതാക്കന്മാരൊക്കെ അവർക്ക് തോന്നിയത് പോലെ ചെയ്യുകയാണ് എങ്കിൽ ഒരാൾക്കും എന്തു വേണ്ട? സബറുമില്ല. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പൊതു താല്പര്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യം മാനിക്കുമ്പോഴേ ക്ഷമ വേണ്ടി. ഖുർആൻ ഏറ്റവും പറഞ്ഞ വിഷയം ക്ഷമിക്കണേ എന്നാണ്. എന്നെ മക്കളെ നിങ്ങൾ ചിന്തിക്കും. പിന്നെ മടങ്ങി വരുമ്പം കുട്ടി ഉപ്പാക്ക് ഏറ്റവും കുട്ടികളിൽ രസമുണ്ടാകുന്ന സമയമാണ് എന്ത്? പിതാവിന്റെ ഒപ്പം ചാടി നടക്കുക. അതിന് മുമ്പ് കുട്ടികൾ ഉമ്മയുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടാത്ത കൊലത്തിലായിരിക്കും. മനസ്സിലായില്ല? ഈ ഒരു മൂവ്മെന്റ് ആണ് ഏറ്റവും മനോഹരമായ സമയം. മനസ്സിലായില്ലേ? ആർക്ക്?
ഉപ്പാക്ക് ഫലമ്മ ബലഗ ഉദാഹരണം പറയാം, മുല കുടിക്കുന്ന കുട്ടികൾ ആരെ കൂടെയായിരിക്കും കൂടുതൽ? ഉമ്മാൻ്റെ കൂടെയാണ്. അതിനൊരു മോട്ടോർ സൈക്കിൾ കയറ്റി വരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ നമ്മളെ കൊണ്ടുപോയി നമ്മളെ കഥ കഴിഞ്ഞു. കാരണം 10 മിനിറ്റ് എഴുന്നതിൽ ഇങ്ങനെ ഉണ്ടാകും. നേരെ വെച്ചാൽ മുലകുടിയൊക്കെ നിർത്തി തുള്ളിച്ചാടി നടക്കുന്ന സമയമാകുമ്പോൾ കുട്ടികൾക്കും കൗതുകം ഉമ്മയേക്കാൾ ഉപ്പയില്ല. കാരണം ഉമ്മന്റെ അടുത്ത് നിന്നാൽ ഈ അടുക്കളയിൽ ഈ ബെഡ്റൂം കാണാമെന്നല്ലാതെ എപ്പോഴും ലോകം കാണില്ല. പൊതുവെ ഈ ദുനിയാവിൽ വന്നിട്ട് ഈ മുട്ടേനോട് തിന്നാൽ ഇതൊക്കെ കാണുന്നത് താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവും. അതിന് നേരെ കൊടുത്താൽ പിന്നെ അങ്ങനെ പോകുന്ന ആളാണ് ആര്? കൊങ്കണി പോകുന്ന പോലെ അങ്ങനെ പോകുന്ന പണിയാവും. എങ്ങനെ ഉപ്പാന്റെ മോട്ടോർ സൈക്കിൾ കയറിയിരിക്കണമെന്ന് താല്പര്യം ആർക്കുണ്ടാവും? നിയമം അങ്ങനെ ഉണ്ടാവും. അതാണ് ഫലമ്മ ബലഗ മഅഹാന്നല്ല മഅഹൂന. ഫലമ്മ ബലഗ മഅഹുസ്സഅയ, പിതാവിനോട് കൂടെ ചാടി നടക്കാനുള്ള പ്രായം കുട്ടിക്കായപ്പോൾ ആ സമയത്താണ് പിതാവിന് കുട്ടികളിൽ ഏറ്റവും സന്തോഷം. ചാടി നടക്കുന്ന കുട്ടികൾ മോട്ടോർ സൈക്കിളിൽ കയറ്റിയിരുത്തും. നമ്മൾ മോട്ടോർ സൈക്കിൾ കയറ്റിയിരുത്തണ്ട, നമ്മൾ കീഴെടുക്കുമ്പോൾ കുട്ടികൾ കയറി ഇരുന്നിട്ടുണ്ടാവും ആ പ്രായത്തിൽ അല്ലേ? അപ്പോഴാണ് കാലയാ പുനയ്യ, അപ്പോഴുള്ള ആ പ്രായത്തിലുള്ള കുട്ടിയോട് പറയാണ്, പൊന്നു മോനെ, ഇന്നീ അറാഫിൽ മനാം, സ്വപ്നത്തിൽ ഞാൻ പല ഒരു കാണുന്നുണ്ട്, അന്നീ അർബഹുക, നന്നെ ആക്കണമെന്നല്ല, അന്നീ അർബഹുക, അന്നീ അർബഹുക, അന്നീ അർബഹുക, നന്നെ ആക്കണമെന്നല്ല. അപ്പൊ നമ്മളെ വീട്ടിൽ ഉദയത്തിന്റെ ഒരു പോത്തുണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചു, ഞാൻ എനിക്ക് വാക്കാഴ്ച അർഹടാന്ന് പറയാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതങ്ങ് ഒന്ന് പറയാൻ മനുഷ്യന്മാരെ മനസ്സിലായോ? അന്നീ അൽബഹുക, അന്നീ അൽബഹുക, അന്നീ 2 പ്രാവശ്യം കഴിയുക. അന്നീ അൽബഹുക, നിന്നെ ഞാൻ തന്നെ അറക്കണം, എന്റെ കൈ കൊണ്ട് നിന്നെ അറക്കണമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അറക്കാൻ അറിയാൻ കൊടുത്താൽ നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ റബ്ബേ, അടുത്ത ആയത്ത് പിതൃപുത്ര വാത്സല്യത്തിന്റെ അമൂർത്ത ഉദാഹരണം. കുട്ടി പറഞ്ഞു യാ അബതി. യാ അബത്തി എന്ന് ഭാഷാപരമായി പറയേണ്ടതില്ല, യാ അബി എന്ന് പറയുന്നത്. പക്ഷെ അബത്തി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പിതാവിനോടുള്ള വാത്സല്യ സംബന്ധമാണ്. അവിടെ എന്ത് ഇതൊക്കെ മനസ്സിലാവുണ്ടോ? നമ്മൾ കോഴിക്കോട്ടേരൊക്കെ ആൾക്കാരൊക്കെ ഉപ്പച്ചിയെന്ന് വിളിക്കും. ഇവിടെ അങ്ങനെ വിളിക്കലുണ്ടോ? നിങ്ങൾ വിളിക്കണ്ട. അല്ല, എന്താണ് നിങ്ങൾ വാപ്പാ വിളിക്കാം? ഉപ്പായിക്കോട്ടെ, വിരോധമൊന്നുമില്ല. ഉപ്പച്ചിയെന്ന് വിളിക്കുന്നതാക്കി വിരോധം ഉണ്ടോ? ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ പോലെ ഞങ്ങളുടെ വാത്സല്യതാണ്. നിങ്ങളെ കാസർഗോട്ടേരെ പോലെ അല്ല. ഉമ്മച്ചയെ വിളിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ആയിക്കോട്ടെ. അല്ലല്ല, ഉമ്മച്ചയെ വിളിക്കുന്നുണ്ടോ? അതുണ്ട്. നിങ്ങൾ സ്വന്തം അമ്മാർക്കും അപ്പാനേക്കാൾ വേറുള്ള വാത്സല്യം കൊടുക്കുന്നത്. വേറുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ വലിയ വാത്സല്യത്തിൽ പറയുന്നു, ഉമ്മാനോടും അപ്പാനോടും ആ വാത്സല്യം നിൽക്കില്ല എന്നാ വളരെ മോശമാണ്. അവിടെ ഞങ്ങളോട് ഖുർആൻ യോജിച്ചിട്ടുണ്ട്. ഞാൻ ഞങ്ങളെ പറ്റി പറയാം. മലപ്പുറം കോഴിക്കോട്ടെ ഉപ്പച്ചി ഉമ്മച്ചി എന്നാ പറയാ. യാ അബത്തീന ഞങ്ങളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ മതി. പക്ഷേ ഉപ്പച്ചി എന്ന് പറയാം. വാത്സല്യ നിധിയാണ് കുട്ടിക്കും. ആര്? ആ നിലക്ക പറഞ്ഞു ഉപ്പ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അബത്തി ഇഫഅൽ മാതു ഉമർ, എന്താണോ അങ്ങയോട് കൽപ്പന അത് ചെയ്തുകൊള്ളൂ. എന്നോട് ചോദിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പിന്നെ അടുത്ത ആയത്ത് ഫലമ്മ അസ്ലമ, അങ്ങനെ അവർ രണ്ടാളും മുസ്ലിമായപ്പോൾ എന്ന്. മുമ്പ് അവർ കാഫിറൊന്നുമല്ല. പക്ഷേ അതാത് വിഷയങ്ങളിൽ റബ്ബിന് വഴിപ്പെടുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായി ആ വിഷയത്തിൽ മുസ്ലിമാവുക. فلما أسلم وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. കുട്ടിയെ ചെരിച്ചു കിടത്തി അറക്കാൻ വേണ്ടി ഒരുങ്ങി. ഇബ്രാഹിം ഉടനെ അള്ളാഹു വിളിച്ചിട്ടില്ലെങ്കിൽ ഉടനെ വിളിയാളമുണ്ടായി. ഇബ്രാഹിമേ
സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നോക്കൂ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്രകാരം ഗുണവാന്മാർക്ക് നാം പ്രതിഫലം നൽകും. പ്രതിഫലം അവിടെ നൽകിയോ? ഉറങ്ങുന്നുണ്ട്. ഇപ്രകാരം നാം ഗുണവാന്മാർക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം നൽകിയോ? പ്രതിഫലം അവിടെ നൽകിയോ? എന്താ പറഞ്ഞത്? അള്ളാഹു കൽപ്പിച്ച കാര്യത്തിന് യാതൊരു മടിയുമില്ലാതെ വഴിപ്പെടാനുള്ള ത്രാണിയും കരുത്തുമാണ് ദുനിയാവിലെ എന്ത് ഗുണവാന്മാരുടെ പ്രതിഫലം. അതാണ് പരലോകത്തിൽ പിന്നെ വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കും. ഒരു കാര്യം അല്ല പറഞ്ഞാൽ മടി കൂടാ അത് നടപ്പിൽ വരുത്താനുള്ള ആത്മീയമായ ഉത്കർഷത. പറഞ്ഞു ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. അള്ളന്നെ പറഞ്ഞു. അതായത് മനുഷ്യനെ പടച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? പടച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കാൻ വേണ്ടിയാ. ഈ പരീക്ഷ എല്ലാവർക്കും പരീക്ഷണം. ഇതിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് ആർക്ക്? നോക്കൂ. സ്വന്തം മകനെ അറക്കണം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന് മടിയില്ല അലൈഹിസ്സലാം. കാരണം മകനെ ഉണ്ടാക്കിയതും തന്നെ ഉണ്ടാക്കിയതും ആരാണ്? അല്ലാഹു. എന്റെ റബ്ബിൻ്റെതാണ്. എനിക്കൊന്നുമില്ല, എന്റെ റബ്ബിൻ്റെതാണ്. ഇതാണ് ഇബ്രാഹിമിയത്ത് എന്ന് പറയും. ഇതിന്റെ പുറത്തു പോയവനാണ് വീട്ടി. ഞാൻ ശ്രദ്ധിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കാം. ഉളഹിയത്തിനെ കുറിച്ച് ആലോചിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും. മര്യാദക്കൊരു ഉളഹിയത്ത് ഇറക്കാൻ കഴിയാത്തവരൊന്നും എന്നില്ല എന്ന് വേണമെങ്കിൽ ഏകദേശം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഈ നിലക്ക് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇല്ലാന്ന് അങ്ങനത്തെ ആൾ കഴിയാത്തവരില്ല എന്ന് വേണമെങ്കിൽ പറയാം. അറക്കുന്നവർ തന്നെ 7-1 എവിടെ കിട്ടാൻ നോക്കിയിട്ട് നടക്കണം. ഇബ്രാഹിം നബി 7-1 നോക്കിയത്. ഇബ്രാഹിം നബി സ്വന്തം മകനെ പോലും ആക്കാൻ കഴിയാമായി. ചിന്തിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ത്യാഗവും സമർപ്പണവുമാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. അതിൽ ഒരാൾ പ്രവേശിച്ചില്ലെങ്കിൽ അവൻ വിഡ്ഢിയായിരിക്കും. ത്യാഗവും സമർപ്പണവുമാണത്. തൗഹീദിന് വേണ്ടിയും റബ്ബിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടാൻ വേണ്ടിയും തന്റെ ആയുസ് ചെലവഴിക്കുന്നതിനാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുക. അതാണ് നമ്മുടെ നേതാവ് സയ്യിദുനാ ഇബ്രാഹിം. പിന്നെന്താ പറഞ്ഞത്? ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. ثم أوحينا إليك നാം അങ്ങയിലേക്ക് വഹി അറിയിച്ചു. أن اتبع ملة إبراهيم حنيفا. ഇബ്രാഹിമിന്റെ മാർഗത്തോട് വഴിപ്പെടുക, പിൻപറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്രാഹിം ചെയ്തതുപോലെ ചെയ്യുക. ഇബ്രാഹിം ജീവിച്ചതുപോലെ ജീവിക്കുക. إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين ولا تموتن إلا وأنتم مسلمون. മരണക്കടക്കടയിൽ കടന്നിട്ട് ഇബ്രാഹിം പറഞ്ഞത്, മക്കളെ ഞാൻ ഇത്ര തോട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത്ര ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ബാപ്പാന്റെ മക്കൾക്ക് സൗകര്യത്തിൽ തല്ലുകൂടാം എന്നല്ല. ഇന്നുള്ള ഹസ്തഫലക്കുമുദ്ദീൻ, മക്കളെ നിങ്ങൾക്ക് ഞാൻ അള്ളാഹു തആല നിങ്ങൾക്ക് നല്ല ദീൻ തന്നിട്ടുണ്ട്. ഫലാത്തമൂത്തുന്ന. ഇത് മക്കളെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം മരിച്ചത്. ഇതാണ് ഇബ്രാഹിമിയത്ത്. തന്നെ സ്വന്തം തടി കൊടുക്കുക, സ്വന്തം മക്കളെ കൊടുക്കുക, അങ്ങനെ സ്വലാഹിയത്തിന്റെ ഒരു തലമുറയെ വളർത്തിണ്ടാക്കി ലോക ചരിത്രത്തിന് സമർപ്പിച്ചു പോവുക. നിങ്ങൾക്ക് കേൾക്കണം, ഇബ്രാഹിമിന് കിട്ടിയ സമ്മാനം നമ്മൾ പഠിച്ച ഭയങ്കര. 4 വേദഗ്രന്ഥവും വന്നത് ഇബ്രാഹിം നബി നടന്നു പോയ മണ്ണിലാണ്. ഇബ്രാഹിം നബി നടക്കാത്തൊരു മണ്ണിൽ വേദഗ്രന്ഥം വന്നിട്ടില്ല. ആദ്യത്തെ വേദഗ്രന്ഥം വന്നത്
ഈജിപ്ഷ്യകൾക്കാണ്. എന്ത്? അതാരുടെ മണ്ണ? സയ്യിദുനാ ഇബ്രാഹിം. രണ്ടാമത്തെ വേദഗ്രന്ഥം സബൂറാണ്. അത് വന്നവരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം ജോർദാനും ഫലസ്തീനുമാണ്. അത് രണ്ടും ഇബ്രാഹിം നബിയുടെ മണ്ണാണ് അലൈഹിസ്സലാം. മൂന്നാമത്തെ വേദഗ്രന്ഥം സബൂറാണ്. പ്രധാനപ്പെട്ട അഭിപ്രായം അത് ഫലസ്തീനിലാണ് വന്നത്. ആ മണ്ണ് ഇബ്രാഹിം നബിയുടെ മണ്ണാണ്. നാലാമത്തെ വേദഗ്രന്ഥം ഫുർഖാനുൽ അലീമാണ്. ഫുർഖാനുൽ അലീം വന്നത് എവിടെയാ? ഫുർഖാനുൽ അലീം അവതരിച്ച ഗുഹയിൽ നിന്ന് ഒന്നങ്ങോട്ട് ഗുഹാഭാഗത്തേക്ക് നോക്കിയാൽ ഇബ്രാഹിമിന്റെ കെട്ടിടം കാണാമായിരുന്നു. മനസ്സിലായില്ല? നാലാമത്തെ വേദഗ്രന്ഥം അത്ര അടുത്തിട്ടാണ്. മനസ്സിലായിരുന്നു? അവിടെ ഇരുന്നാണ് ആ ഗുഹയിൽ. മനസ്സിലായില്ലേ? ആ ഗുഹയിൽ ഇരുന്നിട്ട് ഗുഹയുടെ ഭാഗത്തേക്ക് നോക്കിയാൽ അന്ന്, ഇപ്പോൾ കെട്ടിടവും മറ്റൊക്കെ വളർന്നതാണ്, അന്ന് ഇറാ ഗുഹയിൽ ഇരുന്നിട്ട് നേരെ നോക്കിയാൽ എന്ത് കാണും? ഇബ്രാഹിം നബിയുടെ കെട്ടിടം. സയ്യിദുനാ ഇബ്രാഹിം. യൂറോപ്പിലേക്ക് ഇബ്രാഹിം നബി പോയിട്ടില്ല. യൂറോപ്പിൽ വേദഗ്രന്ഥവും വന്നിട്ടില്ല. ഇബ്രാഹിം നബി നടന്നു പോയ മണ്ണിലെ എന്ത് വന്നിട്ടുള്ളൂ? ചിന്തിച്ചു നോക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. 3 വേദഗ്രന്ഥവും വാങ്ങിയതും ഇബ്രാഹിം നബിയുടെ തലമുറയാണ്. 3 ഇസ്രായേലികളാണ്. 4ാമത്തെ ഇബ്രാഹിം നബിയുടെ തലമുറയാണ്. മിൻ സുലാലത്തി ഇസ്മാഈല സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വാക്കിലേക്ക് മടങ്ങി വരാം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇബ്രാഹിം തനിയൊരു സമൂഹമായിരുന്നു. നാം പണ്ഡിത വിദ്യാർത്ഥികളും ഉമറാക്കളും ഇന്നൊത്തൊരുമിച്ചാൽ നമുക്കും സ്വയം കാലഘട്ടത്തിന്റെ സമൂഹമാകാൻ കഴിയും. വേറെ ഒരാൾ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണ്ട. നമ്മളെ ഏൽപ്പിച്ച പണി സ്വയം ചെയ്യാം. മഹലിന്റെ അധികാരികളാണ് നിങ്ങൾ. വേറൊരാൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെയും എന്റെയും നേതാവ് ഇബ്രാഹിം വേറൊരാളെ നോക്കി നിന്നിട്ടില്ല. അവനാണ് ഏൽപ്പിച്ച പണി ഒറ്റയാൾ ചെയ്യും. അതന്നെ നമ്മൾ. ഇതാണ് ഇബ്രാഹിം ഇല്ല എന്ന് പറയുന്നത്. വേറൊരാൾ നോക്കണം. വേറൊരാൾ വന്നോ അല്ലേ ചെയ്തോ ചെയ്തില്ല, അതൊന്നും നമ്മൾ നോട്ടല്ല. നമ്മളെ പണി ഏൽപ്പിച്ചത് അങ്ങോട്ട് ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു കാര്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഷയത്തിൽ പഠനം നടത്താൻ വേണ്ടി പണ്ഡിത വിദ്യാർത്ഥികളുടെ മുന്നിൽ ഈ വിഷയത്തിന്റെ വാതിൽ സമർപ്പിച്ചുകൊണ്ട്, ഈ വിഷയം വളരെ ഗഹനമായ ഒരു സംഗതിയാണ്. ഇനിയും നിങ്ങൾക്ക് വാതിൽ തുറക്കാൻ വേണ്ടി ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നേരം വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കൂട്ടത്തിൽ ഒരു കാര്യം, മുഅ്മിനീങ്ങളെ, 984 ബീഗം ഷാബാനു കേസിൽ നമ്മുടെ പണ്ഡിതന്മാർ ഉണരുകയും സുപ്രീം കോടതിയെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇന്നത്തെ കണ്ണിൽ നിന്ന് നോക്കിയാൽ സുപ്രീം കോടതിയിലെ അന്നത്തെ വിഷയം നിസ്സാരമാണെന്ന് തോന്നുന്നു. അന്ന് വലിൽ മുതല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന മതാഇ എന്ന വാക്കിന് സുപ്രീം കോടതി ഒരു അബദ്ധം പറഞ്ഞതിനെയാണ് പണ്ഡിതന്മാർ സടകുണഞ്ഞെണീറ്റ് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് തിരുത്തിയത്. ഇന്നത്തേതിലേക്ക് ചേർത്ത് നോക്കിയാൽ അന്ന് ചെറിയ വിഷയമാണ്. ഇന്നത് ഒരു നിയമം മാത്രമല്ല കറക്റ്റ് ചെയ്യേണ്ടത്. അന്ന് ഒരു നിയമം കറക്റ്റ് ചെയ്യാൻ ഇന്നിതാ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉപദേശം കേട്ട് ഈ മദ്രസയും ഈ ദീനിയായ നവോത്ഥാനങ്ങളും ഇവിടെ ഇല്ലാതെയാക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ലോക ചരിത്രത്തിൽ, ഏഷ്യൻ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണം മാറിക്കൊണ്ടിരിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുക എന്നതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഒരുതരം നാശപ്പെട്ട രീതികൾ കൊണ്ടുവരും. ഇപ്പോൾ തന്നെ അങ്ങനെ കോളേജുകളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തമ്മിൽ അകലമില്ലാത്ത രൂപത്തിലാണ്. ഇതെന്തുണ്ടാക്കുന്നറിയോ? ഇതുണ്ടാക്കുക കമ്മ്യൂണിസ്റ്റുകൾക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകൾക്കും സ്വീകാര്യോഗ്യമായ ഒരു തലമുറയുണ്ടാക്കും. പക്ഷെ ആ തലമുറ ഇസ്ലാമിന് അന്യമായിരിക്കും. മുന്നിലേക്ക് പറഞ്ഞത് ഇതാലും ലജ്ജയില്ലാതെയായാൽ നിനക്ക് തോന്നിയത് ചെയ്യാം എന്നാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണത്തിന്റെ അടിസ്ഥാനം ലജ്ജ. ഈ ലജ്ജ ഇല്ലാതാക്കാനാണ് ഇന്ന് ഈ നിരീശ്വരവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരുതിയിരുന്നോളൂ, പണിയെടുത്തോളൂ, ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. മനസ്സിലാക്കിക്കോളൂ. ഞാൻ എനിക്ക് മനസ്സിലായ സത്യങ്ങൾക്ക് പറഞ്ഞുതരാം. 984 വിഷയം നിസ്സാരാണ്. അന്ന് ആ നിസ്സാരത്തിന് പോലും എത്ര വലിയ ഊഷിലാണ് അവർ കാട്ടിയത്. ഇന്ന് അടി പൊളിക്കാൻ പോവാൻ, അടി തന്നെ പൊളിക്കാൻ പോവാൻ. ഇതാലും ലജ്ജയില്ലാത്ത തലമുറക്ക് തോന്നിയത് ചെയ്യാം. ഈ വിദ്യാഭ്യാസം ഇവിടെ വളർന്നു വന്നാൽ എന്തുണ്ടാവും? നടുറോട്ടിൽ പച്ചപ്പകലിൽ പെണ്ണിനെ വ്യഭിചരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്.
അത് നമ്മളെ കണ്ണിന് മുന്നിൽ കാണുകയും 4-5 കൊല്ലത്തിനിടയിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എതിർക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും രീതി ഏകദേശം അങ്ങനെ തന്നെയാണ്. വളരെ ചിന്തിച്ചോളൂ, വളരെ പേടിച്ചോളൂ. ഇത് തമാശയെ മനസ്സിലാക്കണ്ട. ഇവിടങ്ങളിൽ UDF LDF കളിച്ചാൽ സമുദായം എല്ലാവരും ഇത് രണ്ടോളം മനസ്സിലാക്കിക്കോളൂ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ UDF LDF കളിച്ചാൽ അതൊക്കെ നിങ്ങളെ പാർട്ടിയുടെ കാര്യമാണ്. ഇവിടെ UDF LDF കളിച്ചാൽ അള്ളാഹു ഇസ്ലാമത്തിൽ തകർന്നു പോകും. അതുകൊണ്ട് നേതാക്കൾ പറയുന്നത് ഒറ്റക്കെട്ടായി അനുസരിച്ച് വേണ്ടി വന്നാൽ ഒരു സമരം നമ്മൾ നടത്തേണ്ടി വരും. അതിന് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ തിന്മയുടെ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഒരു പുനഃപരിശോധനയുടെ ബോധം നൽകട്ടെ. അല്ല, പുനഃപരിശോധനയുടെ താല്പര്യം അവർക്കില്ലെങ്കിൽ അവർ പിടിച്ച ചെങ്കോൽ എത്ര ബലിഷ്ഠമാണെങ്കിലും അധികാരത്തിന്റെ പീഠത്തിൽ നിന്ന് അള്ളാഹു അവരെ താഴെ അള്ളാഹു കരുത്ത് കൊടുക്കട്ടെ. അള്ളാഹു എന്റെ ഈ പുഴ പോലും എന്റെ സമ്മതം കൂടാതെ ഒഴുകുകയില്ലെന്ന് പറഞ്ഞ ഫിറഔനെ ചെങ്കടലിൽ ഇട്ടുമുക്കിക്കൊന്നവന്റെ റബ്ബാണ്. റബ്ബിന് ഇവർക്ക് നിസാരമല്ലേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇവിടെ ആരും ഗ്രൂപ്പ് കളിക്കാതെ, ഇവിടെ ആരും രാഷ്ട്രീയം കളിക്കാതെ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ അള്ളാന്റെ ദീനുകൾ നഷ്ടപ്പെട്ടു പോകും. ഈ ഗ്രൂപ്പും കാര്യത്തിന്റെ പിന്നാലെ നടന്നു പോയാൽ സമുദായം തകരുമെന്ന് തിരിച്ചറിയുകയും എല്ലാവരും ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد. അള്ളാഹു പറഞ്ഞു കേട്ടോ സ്വാലിഹായ അമലാക്കണം യാ റബ്ബി. അല്ലാഹുവേ, ഈ ഇസ്ലാമിയത്തെ ഇവിടെ തകരുന്ന അവസാനത്തെ തലമുറ ഞങ്ങളാകരുത് തമ്പുരാൻ. ഞങ്ങളെക്കാൾ ഉഷാറുള്ള ഒരു ജനതക്ക് ഇത് ഏൽപ്പിച്ച് മരിച്ചു പോകണമേ തമ്പുരാൻ. അഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും കണ്ണിയത്തോറും അടക്കമുള്ള മഹാന്മാരും മഹത്തുക്കളായ സിദ്ദീഖീങ്ങൾ ആരിഫീങ്ങളും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. മഹാന്മാരായ ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരൊക്കെ ഈ കാസർഗോഡും പരിസരത്തുമൊക്കെ മട്ടന്നൂരും പരിസരത്തും ഇവിടെയൊക്കെ മഹാന്മാരുണ്ടായിരുന്നു. ആലിമീങ്ങൾ അവരൊക്കെ അവരെ കർമ്മകാണ്ഡം തീർത്ത് മടങ്ങിപ്പോയിരിക്കുന്നു. അല്ലാഹുവേ തമ്പുരാനെ റഹ്മാനെ, അവരുടെയൊക്കെ മാർഗത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്വാനിച്ച് അവർ ചെയ്തതുപോലെ അടുത്ത തലമുറക്ക് ഈ ദീനെ ഏൽപ്പിച്ച് മരിച്ചു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. അതിൽ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നന്നാക്കണമേ റബ്ബേ. ഇബ്രാഹിം നബി സ്വയം ഉമ്മത്തായി നിന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൊടിയാവുകയാണ്. ഞങ്ങളെയും ഉമ്മത്താക്കണമേ തമ്പുരാനെ. ഒരുവരുടെ വക്താക്കളാകണമേ റബ്ബേ. ഞങ്ങളെ മുതുകിലൂടെ ഉഷറുള്ള ആൺകുട്ടികൾ വരണമേ തമ്പുരാനെ. ദില്ലത്തിൻ അലൽ മുഅ്മിനീന വഇസ്സത്തിൻ അലൽ കാഫിരീന ലാ യഖാഫൂന ലൗമത ലാഇം ദാലിക ഫദ്ലുല്ലാഹ്. ധീരന്മാരായ ചുണക്കുട്ടികൾ, ഇൽമും ആത്മാഭിമാനവുമുള്ള തലമുറകൾ ഞങ്ങളെ ഭാര്യമാരുടെ ഗർഭപാത്രത്തിലൂടെയും ഞങ്ങളെ മുതുകിലൂടെയും നൽകിയിട്ട് നല്ല ഒരു ജനതയുടെ വാപ്പമാരാക്കി ഞങ്ങളെ മാറ്റണമേ റബ്ബേ. ഞങ്ങളെ തലമുറയിൽ ഒരാൾ ദജ്ജാലിനെ സഹായിക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ തലമുറയിൽ നല്ല മക്കൾ മഹദി ഇമാമിനെ സഹായിക്കണമേ തമ്പുരാനെ. മഹദി ഇമാമ സ്വീകരിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഇന്നത്തെ ദജ്ജാലികൾ കദാബീങ്ങൾ ഇന്നുമുണ്ട്. പുതിയ ദജ്ജാലികൾ കദാബീങ്ങൾ. ആ ദജ്ജാലികളിൽ നിന്നും കദാബീങ്ങളിൽ നിന്നും മുബത്തദിഈങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടിലെയും കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. മഹല്ലുകളിൽ ഐക്യം നൽകുകയും ആലിമീങ്ങളും ഉമറാക്കളും ഇതാ സ്ഥലങ്ങളുടെ നീക്കലിന്റെ ഘട്ടം വന്നിരിക്കുന്നു. 984 വിഘടിച്ച പോയവർ ഒന്നായി ശരിയാക്കിന്റെ പേരിൽ ഇതാ വീണ്ടും ഒന്നാകേണ്ടി വന്നിരിക്കുന്നു. വിഷയം ഗൗരവമാണ്. ഈ ബോധം എല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. ഏറ്റവും ചുരുങ്ങിയത് അനേകമൊക്കെ മാറിയിട്ട് പരസ്പരം ഞങ്ങൾ ഒന്നാണ്, ഇനി ഒരുമിച്ച് നിന്നാലേ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന ബോധമെങ്കിലും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അങ്ങനെ ഒരു വൈയുടെ സ്വർഗവും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തി തരണമേ റബ്ബേ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങളുടെ മേലുള്ള കൊതി നടത്തി കൊടുക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ മേൽ അവരാഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നടന്നു പോകരുതേ തമ്പുരാനെ. അല്ലാഹുവേ, മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് പോലും മുസൽമാന്റെ നികുതി പണത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ആ ബോധം അയാൾക്ക് കൊടുക്കണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. توفنا مسلمين وألحقنا بالصالحين. بفضل صلى الله على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم. اللهم صل على محمد. رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. على عشر سكتنا بتقوي عشر سكتنا بناريكم. السلام عليكم. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അടുത്ത മാസത്തെ ഖുർആൻ പഠന ക്ലാസ് ജനുവരി മാസം 2 ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. സ്ഥലം പിന്നീട് ഖുർആൻ സ്റ്റഡി സെന്റർ കാസർഗോഡിന്റെ കമ്മിറ്റി യോഗം തീരുമാനിക്കും. കഴിഞ്ഞ